സംഭവം ഈ വെനീസും ഡെൻമാർക്കും പോലെ വെള്ളവും കായലും തുരുത്തും കനാലും ഒക്കെ ആയിട്ട് നമ്മുടെ കൊച്ചി പൊളിയാണ്. വിജയ്, ഈ നമ്മളിരിക്കുന്ന മനോഹരമായ ഈ ബോൾഗാട്ടിയും അപ്പുറം കാണുന്ന പച്ചത്തുരുത്ത് കണ്ടോ, വിമല വനം, അതിൻ്റെ അപ്പുറം വല്ലാർപാടം, അതിനപ്പുറം വൈപ്പിൻ ഐലൻഡ്, എന്ത് ഭംഗിയുള്ള സ്ഥലമല്ലേ. ഇതെങ്ങനെ ഉണ്ടായി വന്നതെന്ന് അറിയാം. 1341 ഒരു 25 കിലോമീറ്റർ അപ്പുറം മാറിയിട്ട് മുസിരീസ് എന്ന് പറഞ്ഞൊരു തുറമുഖം ഉണ്ടായിരുന്നു. അന്നുണ്ടായ ഒരു പ്രളയത്തിലും ഭൂമി കുലുക്കത്തിലും അത് കടലിനടിയിലായിപ്പോയി. അപ്പോൾ ഒരിടത്ത് കടൽ കരയെടുത്ത് പോകുമ്പോൾ അത് വേറൊരിടത്ത് കൊണ്ടേ സ്ഥാപിക്കും. അങ്ങനെ ഉണ്ടായി വന്ന തുരുത്തുകളും അതിൻ്റെ ഇടയിലുള്ള വാട്ടർ ബോഡിയാണ് നമ്മൾ ഈ കാണുന്ന ഇന്നത്തെ കൊച്ചി. അങ്ങനെയാണല്ലേ കൊച്ചിയുടെ കായലില് ഗതാഗതവും മത്സ്യബന്ധനവും ട്രേഡും എല്ലാം ഉണ്ടായെന്ന് കേട്ടിട്ടുള്ളത്. രുചിക്കറിയോ, അക്കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന സ്പൈസസ് തോട്ടങ്ങളും മാർക്കറ്റും ജനങ്ങൾ ജീവിച്ചിരുന്ന സ്ഥലങ്ങളും പാണ്ഡികശാലകളും എല്ലാം തുറമുഖമായിട്ട് ബന്ധപ്പെടുത്തിയിരുന്നത് ഈ കനാലുകളിലൂടെ ആയിരുന്നു. പക്ഷേ കൊച്ചിയിലെ കനാലിൻ്റെയൊക്കെ അവസ്ഥ വളരെ ശോകമല്ലേ. ഈ പഴയ കിനാശ്ശേരി വല്ല കാലത്തും വരൂ? കിനാശ്ശേരി ഒന്നുമല്ല വിജയ്, 3716 കോടി ചെലവഴിച്ചിട്ട് കൊച്ചിയിലെ കനാലുകളൊക്കെ ശുദ്ധിയാക്കാനും അതിനോടനുബന്ധിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾക്കുമായിട്ട് IURWTS എന്ന് പറഞ്ഞിട്ട് ഇൻ്റഗ്രേറ്റഡ് അർബൻ റെജുവിനേഷൻ ആൻഡ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, അങ്ങനെ ഒരു പദ്ധതി വരുന്നുണ്ട്. 2024 ആരംഭിച്ചു കഴിഞ്ഞ പദ്ധതി 2030 നിലവിൽ വരും. അതോടുകൂടി പിന്നെ വെനീസും ഡെൻമാർക്കൊക്കെ മാറി. ഓ, അത് പൊളിക്കൂട്ടോ. നല്ല മാറ്റങ്ങൾ, നല്ല നാളേക്കായി നമ്മുടെ കൊച്ചി, നമ്മുടെ ഉത്തരവാദിത്വം.